എന്തുകൊണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് പുതുമുഖങ്ങൾ തെരഞ്ഞെടുത്തത്? ആ ഒരു ഫ്രഷ്നെസ് വേണമെന്നുള്ള, പിന്നെ നമ്മളൊരു ബഡ്ജറ്റും ഉണ്ടല്ലോ, ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു സിനിമ എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പൊ ഇതിലെ ലൊക്കേഷനൊക്കെ എങ്ങനെ സെലക്ട് ചെയ്തത്? ലൊക്കേഷൻ നമ്മൾ പല സ്ഥലങ്ങളും പോയി നോക്കി. കാരണം ഇതൊരു ഹിൽ സ്റ്റേഷനാണ്, കുറച്ച് ദുരൂഹതയൊക്കെ തോന്നുന്ന ഒരു സ്ഥലം വേണം. അപ്പോൾ ഞങ്ങൾ ആദ്യം പൈതൽ മലയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ പൈതൽ മല ഞങ്ങൾ പോയപ്പോൾ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞാൽ മൊത്തം ഇതായിട്ട് കിടക്കുക. അങ്ങനെ അത് മാറ്റി പിന്നെ വയനാട് പോയി ഞങ്ങൾ ഒരു ലൊക്കേഷൻ ഫിക്സ് ചെയ്യുന്നു. പ്രകൃതി ഉണ്ടായ പുത്തിമലയില്ലേ, അവിടെ പോയി ഒരു ലൊക്കേഷൻ കണ്ടു. അതും അത്ര ഇതായില്ല. അങ്ങനെ ഞാൻ വേറൊരു ഷൂട്ടിങ്ങിൻ്റെ ലൊക്കേഷനിൽ ഇരിട്ടിയിൽ പോയി. അപ്പോൾ ഇരിട്ടിയിൽ പോയപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കാഞ്ഞിരക്കൊല്ലി എന്ന് പറഞ്ഞിട്ട്, കേരള തമിഴ്നാട് ബോർഡറാണ്. പിന്നെ അവിടെ ഒരു വ്യൂ പോയിന്റ് ശശിപ്പാറ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ യാത്ര അങ്ങോട്ട് പോയി കാഞ്ഞിരക്കൊല്ലിയിലേക്ക്. വളരെ മനോഹരമായ ഒരു സ്ഥലം, ഇതുവരെ സിനിമയിൽ ആരും ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു സ്ഥലം. തീർച്ചയായിട്ടും കാണാൻ പറ്റും. ഇപ്പൊ ഈ സിനിമയില് കുറെ പുതുമുഖങ്ങൾ ഉണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയ ആർട്ടിസ്റ്റ്, നമ്മുടെ കൈലാഷ് ചേട്ടനൊക്കെ പോലെ. അപ്പൊ അവരൊപ്പം ഫസ്റ്റ് ടൈം അല്ലേ വർക്ക് ചെയ്യുന്നത്? മുന്നേ ചെയ്തിട്ടുണ്ട്. ഉണ്ണി ചേട്ടൻ അവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിനിമയിലേട്ടും വന്നപ്പോഴും ഭയങ്കര നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. കൈലാഷിന്റെ കഥാപാത്രം ഒരു പോലീസാണെങ്കിലും നമ്മളെ സിനിമയിൽ അങ്ങനെ ഒരു പോലീസായിട്ടല്ല. കാരണം ഒരു രക്ഷകർത്താവിന്റെ റോളിലാണ്. കാരണം ഒരു പോലീസിന്റെ ഒരു സംഭവങ്ങളൊന്നുമില്ല, അല്ലാതുള്ളൊരു നോർമൽ ഒരു സാധാരണ സിനിമയിൽ കാണുന്ന രീതിയിലുള്ള പോലീസുകാരനല്ല, ഡിഫറെന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഈ ഇപ്പൊ പുതുമുഖങ്ങളാവുമ്പോൾ അവർക്ക് രണ്ടുപേരും പുതിയതായിട്ട് ഫസ്റ്റ് ടൈം ആ മൂവിയിൽ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഗൈഡ് ചെയ്യാൻ സാർ ചെയ്തിട്ടുണ്ടായിരുന്നോ? അല്ല, ഞാൻ സത്യം പറഞ്ഞാല് ഞാൻ അവരുടെ കൂടെ കൂടുകയായിരുന്നു. കാരണം അവരിന്ന് ടിപ്സ് നമ്മൾ ഇങ്ങോട്ട് അടുത്ത സിനിമ അപ്പൊ അവർക്കങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കാരണം അവർക്കാണല്ലോ ഈ ജനറേഷന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാം നമ്മളെക്കാളും. അപ്പൊ നമ്മൾ അവരുടെ കൂടെ കൂടുകയാണ്. ഇതിലിപ്പോ മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ മ്യൂസിക്കിന്റെ സെലക്ഷനും അല്ലെങ്കിൽ അതിന്റെ പ്ലേസിംഗിലൊക്കെ സാറിന് ഒരു പങ്ക് വെച്ചിട്ടുണ്ടോ? സാറിന്റെ ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഒന്നാമത് ഇതിനകത്ത് 3-4 പാട്ടുകൾ നമ്മൾ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അത് ഒരു ടൈറ്റിൽ സോങ്, അത് ശരത് സാറാണ് പാടിയത്, മ്യൂസിക് ഡയറക്ടർ. അതുപോലെ പിന്നെ 2 റൊമാൻറ്റിക് സോങ് ഉണ്ട്, ഡുവറ്റ്. അത് വിജയ് യേശുദാസാണ് രണ്ടും പാടിയിരിക്കുന്നത്. പിന്നെ ഒരു ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഒരു പാട്ടുണ്ട്, വടുകിയമ്മ എന്ന് പറയുന്ന ഒരു ഗായികയാണ് അത് പാടിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഓരോ പാട്ടിനും വ്യത്യസ്തമായ ഒരു പശ്ചാത്തലം കൊടുത്തിട്ടുണ്ട്. പാട്ടിനെ കൂടാതെ അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങിലും അത് പരമാവധി അതിൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇപ്പോൾ സാറിന് അത്യാവശ്യം നമ്മുടെ മൂവീസിൽ ഡയറക്റ്റ് ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ്ഡ് ആയ ഒരു ഡയറക്ടറാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാരണമാണ് പല സിനിമ റിലീസ് ചെയ്യുമ്പോഴും മൂവി റിവ്യൂസ് ആ സിനിമകളെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, റിവ്യൂസ് വളരെ നല്ലതാണ്. കാരണം എല്ലാത്തിനും റിവ്യൂസ് ഉണ്ടാവുമല്ലോ, ഏത് കാര്യത്തിനും, സിനിമയ്ക്ക് മാത്രമല്ലല്ലോ, എല്ലാ കാര്യത്തിനും റിവ്യൂസ് ഉണ്ടാവും. അപ്പൊ റിവ്യൂസ് ഇല്ല വേണ്ട എന്ന് പറയാൻ നമ്മൾ പറ്റത്തില്ല. അപ്പം നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാളെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് ഒക്കെ ഒഴിവാക്കണം എന്നാണ്. അത്രേ ഉള്ളൂ. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണ്, മോശമാണെങ്കിൽ മോശമാണ്. അപ്പൊ ആർക്കും പറയാം. നമ്മളിപ്പം തിയേറ്ററിൽ ഞാൻ തന്നെ തിയേറ്ററിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് സിനിമ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അത് കൊള്ളൂല എന്ന് പറയും. ഇല്ലേ? നല്ലതാണെങ്കിൽ 10 പേരോട് പറയും നല്ല പടമാണ്, പോയി കാണും. അപ്പോൾ അത് മുമ്പേ ഉള്ള സാധനമാണ്. ഇപ്പൊ അത് ഓൺലൈനിലൂടെയൊക്കെ പരസ്യമായിട്ട് പറയുന്നു. അത് പ്രശ്നമല്ല, കാരണം അത് എല്ലാവർക്കും ഉള്ളതല്ലേ. അത് ഇതാണ്. അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് പറയുകയാണ്, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത് കൊച്ചു സിനിമയാണ്, നമുക്കങ്ങനെ വലിയ ഒരു ചെറിയ രീതിയിൽ റിലീസ് ചെയ്യാണ്.
പരമാവധി എല്ലാവരും തിയേറ്ററിൽ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാം. സാറ് പറഞ്ഞ പോലെ തന്നെ കൊച്ചു സിനിമ വൻ വിജയകരമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സാറിന് വൻ വിജയകരം ഇനിയും പുതിയ പുതിയ സിനിമ ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.